Hi dears, welcome back to our family. അപ്പം ഞാനും കാശ് ബേബിയും കൂടി ഇന്നൊരു ഔട്ടിങ്ങിന് പോവുകയാണ്. ഔട്ടിങ്ങൊന്നുമല്ല, നീ നോക്കോ? അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, കാശ് കൊണ്ടുപോകണില്ല, ഞാൻ മാത്രമേ കൊണ്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആധാറും പാൻ കാർഡും കൂടെ ലിങ്ക്ഡ് അല്ല. അപ്പോൾ അത് ലിങ്ക് ചെയ്യാനായിട്ട് അക്ഷയയിൽ പോകണം. പിന്നെ ബാങ്കിൽ പോയിട്ട് ലിങ്ക് ചെയ്തു എന്ന് പറയാൻ പറ്റും. കാര്യം എൻ്റെ KYC അപ്ഡേറ്റ് ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആപ്പൊന്നും വർക്ക് ആവുന്നില്ല. നെറ്റ് ബാങ്കിങ് ഇല്ലാതെ ഭയങ്കര ശോകമാണ്, ഭയങ്കര കഷ്ടമാണ് നെറ്റ് ബാങ്കിങ് ഇല്ലെങ്കിൽ. അതുകൊണ്ടിട്ട് ലിപ്സ്റ്റിക് ഇട്ടാൽ ശരിയാണ്. ലിപ് ബാം ഇട്ട് കൊടുക്കാം. അപ്പം അത് ലിങ്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ശോകമാണ്. കുറച്ച് കൂടി പോയാൽ നോക്ക്, കുറച്ച് ഓവറായാലും എല്ലാവരും ശ്രദ്ധിക്കും. സെറ്റ് ആവുന്നില്ല, ഞാൻ മൊത്തം വായിക്കിട്ട് ഞാനിത് രണ്ടെണ്ണം മിക്സ് ആക്കിയിട്ട് കാണും. ലൈറ്റും ഇല്ലായിരുന്നു, വായിക്കിട്ട് പിന്നെ ആക്കി കൊടുക്കാം. പോട്ടെ, ഇല്ലാത്താണെന്ന് തോന്നുന്നുള്ളൂ അല്ലേ. മറ്റേ ഒരുമാതിരി വെച്ചിട്ട് പോലെ ഉണ്ടായിരുന്നു. ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ലിപ് ബാം മാത്രമായിട്ട് കൊണ്ടുപോകാം. പോട്ടെ. അപ്പം ഞാനെന്ത് പറഞ്ഞുകൊണ്ടിരുന്നു? അപ്പോൾ എനിക്ക് ഈ 2 കാര്യങ്ങൾ ചെയ്യണം. അക്ഷയയിൽ പോകണം, ബാങ്കിൽ പോകണം, പിന്നെ ഈ കുമിഞ്ചാനൊക്കെ പോയേക്കുമല്ലോ, ആ ഒരു ചെപ്പ് മേടിക്കണം. കുറേ നാൾ കൂടിയിട്ട് ഞാൻ പല്ലിലെ ക്ലിപ്പ് എടുത്തിട്ട്, കാര്യം പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഇട്ടിട്ടില്ലായിരുന്നു. ഞാൻ ചേച്ചി പറഞ്ഞു പ്രഗ്നൻ്റ് ആണ്, പല്ലൊക്കെ ഇളകുമല്ലോ കമ്പി വരുമ്പം, അതുകൊണ്ട് ഇട്ടുവിടാമെന്ന് പറഞ്ഞു. 3 മാസം കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഡോക്ടറെ പോയി കണ്ട് ഇടാമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടറിന് കുഴപ്പമൊന്നുമില്ല, ഒറ്റ കമ്പിയിൽ ഇനി മുറുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എടുത്തിട്ടതാണ്. അപ്പം പല്ല് എനിക്ക് ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇനിയിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതിയെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചാൽ പോട്ടെ, കിടക്കട്ടെ, എന്തായാലും വാങ്ങിയില്ലേ, അത് നഷ്ടമാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ശരി, പോയിട്ട് വന്നു. ഇതാ വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ KYC അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ തോന്നുന്നു. KYC അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഇതുണ്ട് എൻ്റെ ആധാറിലെ ഫോട്ടോ കണ്ടോ. ഞാനായിട്ടൊരു ബന്ധമില്ലാത്ത ഒരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ബാങ്കിൽ ഇവിടെ എല്ലാം പോയിട്ട് വരുന്നു. ഞാൻ ആദ്യമേ കാശി ബേബിനെ കൊണ്ടുപോകണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ എടുത്തിട്ട് പോകാമെന്ന്. ഒറ്റയ്ക്കല്ല ഉള്ളൂ, അപ്പോൾ ഹീവനോടുണ്ടെങ്കിൽ കുറച്ച് കുറുമ്പാണെങ്കിലും എനിക്കൊരു കൂട്ടാണ് കേട്ടോ ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. ഗോകു ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാനുള്ളതാണെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. ഗോകു ഉണ്ടെങ്കിൽ എനിക്ക് വലിയ പാടില്ല. അങ്ങനെ ഞങ്ങൾ അക്ഷയ സെൻറ്ററിൽ എത്തിയപ്പോഴത്തേനും കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ആയി. പ്രോബ്ലംസ് മീൻസ് ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇവിടെ നടന്നില്ല. പിന്നെ വീട്ടിൽ തിരിച്ചു പോയി കുറച്ച് ഡോക്യുമെൻറ്റ്സ് കൂടെ എടുക്കാനുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോട്ടോ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ താന്തിക്കുപ്പിലൊരു ഫോട്ടോ സ്റ്റുഡിയോയിൽ വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് വീട്ടിൽ പോയി ഡോക്യുമെൻറ്റ്സും ഒക്കെ എടുത്തിട്ട് പിന്നെ അക്ഷയയിൽ വന്നു. അപ്പോഴത്തേനും ചെയ്യാൻ കൊടുത്തതെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ താമസമുണ്ട്. ഞാൻ ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യിക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലിങ്ക് ചെയ്ത് കിട്ടും. പക്ഷേ എനിക്ക് എന്തൊക്കെയോ തിരുത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടിട്ട് 10-15 ദിവസം എടുക്കും അത് തിരുത്തി വരാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് അത്രയും സമയമില്ല. 15-ാം തീയതിക്കകം ബാങ്കിൽ KYC അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ബാങ്കിൽ പോയി കാര്യം പറഞ്ഞു. അന്നേരം പറഞ്ഞു കുഴപ്പമില്ല, എന്തായാലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ എനിക്ക് കുമിഞ്ചാൻ പുകയ്ക്കുന്ന ഒരു ചെപ്പ് മേടിക്കണമായിരുന്നു. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയാണ് കേട്ടോ. കുറച്ച് അഞ്ചാലമ്മൂട് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ ഉള്ളൊരു കടയിലാണ്. അപ്പോൾ അവിടെ ചെന്ന് അത് നോക്കി നിൽക്കുമ്പോൾ ദേണ്ടേ അവിടെ ഇരിക്കുന്നൊരു വഞ്ചി. അപ്പോൾ പിന്നെ എന്തായാലും ഇറങ്ങിയല്ലേ എന്ന് വെച്ചിട്ട് ഞങ്ങൾ കുമിഞ്ചാൻ പുകയ്ക്കുന്ന ആ ഒരു ചെപ്പും വാങ്ങി, വഞ്ചിയും വാങ്ങി. ദേണ്ട ഫോൺ ഇങ്ങനെ എടുത്ത് പിടിക്കാറുണ്ട്, അതിനാണ് കേട്ടോ ആശാൻ അത് പിടിച്ച് ചെവിയിൽ വെച്ചേക്കുന്നത്. പിന്നെ വഞ്ചി വാങ്ങിയപ്പോൾ വഞ്ചി വാങ്ങി കടയിൽ നിന്ന് തന്നെ ഞാൻ അച്ചാച്ചനെ കൊണ്ടിട്ട് ഒരു 5 രൂപ അതിനകത്ത് ഇടിയിച്ചു. ബാലൻസ് ഉണ്ടായിരുന്നു 5 രൂപയാണ്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ കുറേ ചില്ലറകൾ ഇത് കണക്ക് കുപ്പിക്കകത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചില്ലറ എല്ലാം കൂടെ പറക്കി ദേണ്ടേ കാശി ബേബിയും ജാനിമോളും കൂടിയിട്ട് വഞ്ചിക്കകത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമായിട്ടോ വഞ്ചിക്കകത്ത് ഇങ്ങനെ പൈസ ഇടാൻ വേണ്ടിയിട്ട്. ഇടുമ്പോഴത്തേനും ആ കിളിയിൽ ആ സൗണ്ട് ഉണ്ടല്ലോ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാളും കൂടെ മാറി മാറി കുത്തിയിരുന്നിട്ട് ഈ വഞ്ചിയിൽ പൈസ ഇട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ പിള്ളേരുടെ കയ്യിൽ ഈ ചില്ലറയൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക്
ചെറിയ രീതിയിൽ ടെൻഷൻ ഉണ്ട്. അതിനിടയ്ക്ക് ഞാനിവിടെ കാല് നല്ല റെഡ് കളറിരിക്കുന്നത് എന്താണെന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെയൊക്കെ സ്കെച്ച് കിടക്കുന്നത്. അപ്പം മനസ്സിലായി സ്കെച്ചോ നെയിൽ പോളിഷോ എന്തോ വാരി കാലിൽ തേച്ചാണെന്ന്. പിള്ളേരൊക്കെ ഉണ്ടെങ്കിലുള്ള അവസ്ഥയെ ഇത് ഭയങ്കരമാണ്. അടുത്ത ആളോട് വരുമ്പോൾ അറിയാം ഇനി. അപ്പം ഞങ്ങൾ പോയ കാര്യങ്ങളൊക്കെ നടന്നു. ഇനിയിപ്പോൾ കാശുള്ളതുകൊണ്ട് ഭയങ്കര ആശ്വാസമാണ്. കാര്യമില്ലെങ്കിൽ എല്ലാവരും ഒറ്റയ്ക്ക് പോകണ്ടേ. ഇതാകുമ്പോഴത്തേനും അവനുണ്ടല്ലോ. മോനെ കുർത്തക്കാണ് കേട്ടോ. പക്ഷേ അപ്പം എന്താ പറയുക, പോയി ആദ്യം ചെന്നപ്പോൾ കാണാം ആധാറും പാൻ കാർഡും ലിങ്ക് ചെയ്യാനാണ് പോയത്. പക്ഷെ ചെന്നപ്പോഴത്തേന് ആധാറിലെ നെയിമും പാൻ കാർഡിലെ നെയിമും ഡിഫറെൻ്റ് ആണ്. അതായത് എനിക്ക് ആധാറിൽ ദേവുദാസ് എസ് എന്നാണ്, പക്ഷേ പാൻ കാർഡിൽ സർനെയിം കൂടെ കൊടുത്തിട്ടുണ്ട്. ദേവുദാസ് സുനന്ദ എന്നും പറഞ്ഞ് തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റേതിനകത്ത് ലെറ്റർ മാത്രമേ ഉള്ളെങ്കിൽ ഇതിനകത്ത് പേരും കൂടിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടിട്ട് പേര് മാറ്റിയതിന് ശേഷം ലിങ്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. മുന്നേ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലെന്നുള്ളൂ. എൻ്റെ മുന്നേ ലിങ്ക് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ അവിടുന്ന് ഇറങ്ങി 10 സർട്ടിഫിക്കറ്റും ആധാറും പാൻ കാർഡിൻ്റെ കോപ്പി 2 ഫോട്ടോ ആയിട്ട് വരാൻ പറഞ്ഞു. എൻ്റെ ഫോട്ടോ കാണുന്നില്ല. ഞാനാണെങ്കിൽ വിസയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ എടുത്തൊരു ഫോട്ടോ എടുത്ത് കൊടുത്തു, അത് പറ്റിയില്ല. പിന്നെ പഴയ ഫോട്ടോ കണ്ടാണ് വിസയ്ക്ക് വേണ്ടിയിട്ട് വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടിട്ട് പിന്നെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ ഞാൻ പല്ലിൽ കമ്പി ഇട്ടേക്കുന്നു കേട്ടോ. അതുകൊണ്ടിട്ടാണ് സംസാരിക്കുന്നത് ക്ലിയർ ആവാത്തത്. കുറേ നാൾ കൂടിയിട്ടിട്ടുണ്ടേ. അങ്ങനെ പോയി ഫോട്ടോ എടുത്തതിന് ശേഷം വീട്ടിൽ വന്ന് അപ്പോഴത്തേനും എനിക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 2-3 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. കാശിക്കുട്ടിന് 2 സ്വെറ്റർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ടുണ്ടായിരുന്നു. ടാസ്ക് ആയത് വെച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അങ്ങനെ പിന്നെ 10 സർട്ടിഫിക്കറ്റും എടുത്തിട്ട് പിന്നെ തിരിച്ച് അക്ഷയയിൽ പോയി. ഞാൻ ദൂരട്ടെ കമ്പിട്ടുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഇതെല്ലാം ആയിട്ട് പിന്നെ ഫോട്ടോയും മേടിച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ പോരുന്നു. ഇത് എടുക്കാനായിട്ട് വന്ന് എടുത്തിട്ട് പിന്നെ തിരിച്ചു പോയി ഇതെല്ലാം കൊടുത്ത് ലിങ്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആധാറും പാൻ കാർഡിൻ്റെ പഴയ ഫോട്ടോ എൻ്റെ കിടപ്പുണ്ടായിരുന്നു, അത് കൊടുത്തു. ഇതിൻ്റെ പ്രിൻ്റ് വരണമെങ്കിൽ 3.5 മാസം എടുക്കുമെന്ന് പറഞ്ഞു. മറ്റേത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് 14 ദിവസം ആവുമെന്ന് പറഞ്ഞു. അതായത് പേര് ചേഞ്ച് ആവാൻ 14 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഫെഡറൽ ബാങ്കിൽ ഞാൻ ഓടിപ്പിടിച്ച് പോയത് ഈ ഫെഡറൽ ബാങ്കിലെ മെസ്സേജ് വന്നുകൊണ്ടിട്ടാണ്. ഈ മാസം 15-ാം തീയതിക്കുള്ളിൽ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ബ്ലോക്ക് ആവുമെന്ന്. പിന്നെ ഞാൻ ചിലപ്പം നാട്ടിലില്ലെങ്കിൽ ഫെഡറൽ ബാങ്കിൽ പോകാൻ പറ്റത്തില്ല. അക്കൗണ്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഫണ്ടൊക്കെ വരുന്ന അതിൻ്റെ അകത്ത് ആയതുകൊണ്ടിട്ടേ ആകെ ടാസ്ക് ആയിരിക്കും. ഫണ്ടല്ല എനിക്ക് ആകെ 2 അക്കൗണ്ട് ഉണ്ട്. അതിനകത്ത് ഞാൻ ആകെ ഈ ഫെഡറൽ ബാങ്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടിട്ടാണ് കുഴപ്പം. ഗൂഗിൾ പേ വർക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഫെഡ് ആപ്പ് വർക്ക് ആവുന്നില്ല, നെറ്റ് ബാങ്കിങ്ങും വർക്ക് ആവുന്നില്ല. പക്ഷെ മെനക്കേടാ അതില്ല എന്നുണ്ടെങ്കിൽ. നമുക്ക് ഗൂഗിൾ പേക്കകത്താകുമ്പോൾ ഒരു ദിവസം 1 ലക്ഷം വരെ എല്ലാം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഫെഡ് ആപ്പിനകത്താകുമ്പോൾ നമുക്ക് 10 ലക്ഷം വരെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത്രയൊന്നും ഞാൻ ട്രാൻസ്ഫർ ചെയ്തില്ല. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ അക്ഷയയിലെല്ലാം ശരിയാക്കി അവിടെ നിന്നൊരു പേപ്പർ വന്ന് അത് പിന്നെ പപ്പേനെ ഏൽപ്പിച്ച്. അഥവാ ഞാൻ ഇല്ലെങ്കിലും പപ്പ പോയി കൊടുത്താൽ മതി, ആരെങ്കിലും ചെന്നാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ആധാറും കൂടെ കൊടുത്തിട്ട് പോകും. അതാകുമ്പോൾ അതിന് പ്രശ്നമില്ലല്ലോ, സൈൻ ചെയ്യേണ്ടിയൊന്നും വരത്തില്ല. ബാക്കിയൊക്കെ ഞാൻ ലിങ്ക് ചെയ്യിക്കുക, പേര് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്ത് കൊടുത്ത് അവർക്കൊരു ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം അവർ ചെയ്തു. 250 രൂപ എന്തോ ആയിട്ടുള്ളൂ എല്ലാം കൂടെ ചെയ്തിട്ട്. പിന്നെ ഞങ്ങൾ ഫെഡറൽ ബാങ്കിൽ പോയിട്ട് അവിടുത്തെ മാമിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞത് കണക്ക് എനിക്ക് ഡൗട്ട് ഇത് കണക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആവും. അപ്പോൾ അവർ പറഞ്ഞു 15-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്ലോക്ക് ആകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും മറ്റേത് 14 ദിവസം പറഞ്ഞേക്കുന്നത്. 20-ാം തീയതി വരെ എന്തായാലും എൻ്റെ അക്കൗണ്ടിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. നിനക്കേടാ ATM ൽ നിന്ന് എല്ലാ ക്യാഷ് എടുക്കാമെന്ന് വെച്ചാലും ഇത് ലിങ്ക് ആക്കാത്തോണ്ടിട്ട് ചിലപ്പോൾ മൊത്തത്തിൽ ബ്ലോക്ക് ആയിപ്പോവും. അപ്പോൾ ATM വർക്ക് ചെയ്തില്ല എന്ന് വരും. ഭയങ്കര മെനക്കേടാ കേട്ടോ ഇപ്പോൾ ഫെഡറൽ ബാങ്ക്. പിന്നെ നമ്മുടെയും കുഴപ്പമുണ്ട്. അത് ലിങ്ക് ചെയ്യിക്കാനുള്ള മുന്നേ ഞാൻ പാൻ കാർഡ് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആധാർ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 കൂടെ ഒന്നിച്ച് ലിങ്ക് ചെയ്യണം. എന്തൊക്കെ മെനക്കേടുകളാണോ എന്തോ. ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 3-4 ദിവസമായി. പിന്നെ അവിടെ നിന്ന് എനിക്ക് കുമിഞ്ചാൻ പുകയ്ക്കുന്ന അതുണ്ടല്ലോ, മുടി നനച്ചിട്ട് മുടി പുകയ്ക്കാൻ വേണ്ടിയിട്ടേ അത് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ ചെന്നപ്പോൾ അവിടെ ഒരു വഞ്ചി ഇരിക്കുന്ന കണ്ടു. എല്ലാം കൂടെ എൻ്റെ കയ്യിൽ 100 രൂപ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്ത്
95 രൂപയെ ബാലൻസ് 5 രൂപ ഇട്ടേ. ആ 5 രൂപ അപ്പാപ്പൻ്റെ അടുത്ത് ഇടാൻ പറഞ്ഞു. അപ്പാപ്പൻ്റെ അടുത്ത് ഇട്ട് അപ്പാപ്പൻ തന്നെ ഇട്ട്. നല്ല ഐശ്വര്യമുള്ളൊരു അപ്പാപ്പനായിരുന്നു. ഇപ്പോഴത്തേന് വഞ്ചി പകുതിയായി. വീട്ടിൽ വന്നപ്പോഴത്തേന് ഇവിടെ കുറേ പെട്ടിക്കകത്ത് കുറേ ചില്ലറ കിടപ്പുണ്ടായിരുന്നു. ആ ചില്ലറ എല്ലാം കൂടെ പറക്കി ജാനിയും കാശിയും കൂടെ അതിനകത്തിട്ട്. അപ്പോൾ വഞ്ചി ഇപ്പോൾ പകുതിയായിട്ടുണ്ട്. മേടിച്ചപ്പോൾ തന്നെ പകുതിയായി. ഐശ്വര്യമുള്ള വഞ്ചിയാണ് കേട്ടോ. പിന്നെ വേറെന്തുവാ, വേറെ എവിടെയും പോയില്ല. പിന്നെ എനിക്ക് ATM-ൽ കയറണമായിരുന്നു. ATM-ൽ കയറി നേരത്തെ വീട്ടിലെത്തി. കുഴഞ്ഞിനി വയ്യ. ഇനി ഞാൻ പോയി വല്ല ഫുഡൊക്കെ കഴിക്കട്ടെ. കാശിക്കൂട്ടം ഇറങ്ങിപ്പോയി. മണ്ണ് കളിക്കാൻ പോണോ അതോ? ഞാൻ ചെല്ലട്ടെ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലിങ്ക് ചെയ്യിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ടേക്ക് കെയർ. ഗുരുത്തക്കേട് കാണിക്കുക അവിടെ നിന്ന് പോട്ടെ.